2-3 ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ന്യൂസായിരുന്നു. വടകരയിൽ നിന്നുണ്ടെങ്കിൽ ഒരു സ്കൂളിൽ നിന്ന് 2 ടീച്ചേഴ്സിനെ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ MDMA ഉണ്ടെങ്കിൽ വിൽക്കുന്നതിനും അതോടെ തന്നെ അതിന് പൈസ വാങ്ങുന്നതിനെ കുറിച്ച് ഉള്ള പരാതിയും കാര്യങ്ങളൊക്കെ തുടർന്നായിരുന്നു ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കേട്ടതിന് ശേഷം നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് സ്കൂളിലുണ്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. സിന്തസിസൊക്കെ ഭയങ്കര ഈസി ആയിട്ടാണ് കിട്ടുന്നത്. എങ്ങനെയാണ് പിള്ളേരുടെ ഭാവി ഭയങ്കരമായിട്ട് പോകുന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. ഇങ്ങനത്തുള്ള ഒരുപാട് ടീച്ചേഴ്സ് തന്നെ ഉണ്ട്. അവർ തന്നെയാണ് ഇതേ പൈസയ്ക്ക് വേണ്ടി ഉണ്ടാക്കി ഇതേക്കത്തുള്ള ഓരോരോ ജോലി ചെയ്യുന്നതും അവരെ ബാക്കിയുള്ള ഗ്യാങ്ങിനെ സപ്പോർട്ട് ചെയ്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി പിള്ളേരുടെ ജീവിതമാണ് കളയുന്നത്. ഇപ്പോൾ ഇവരൊക്കെ ഇത് ഉപയോഗിക്കുന്നത് തന്നെ ആയിരിക്കും. അവരൊരു വേറൊരു കൂട്ടുകാരിയും കൂടെ ചേർത്തപ്പോൾ 3 ടീച്ചേഴ്സിനെയാണ് ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ശരി, ഈ സ്കൂളിൽ പഠിക്കാൻ വരുന്ന പിള്ളേരുടെ അവസ്ഥയാണ് ആലോചിക്കുന്നത്. ആ പിള്ളേരെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തോന്ന് പോലും അറിയാൻ സാധിക്കത്തില്ല. കാരണം ഇവരൊക്കെ ഇത് അടിച്ച് കയറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരെ ഉണ്ടെങ്കിൽ പിള്ളേർ വല്ല കൗൺസിലിംഗ് ഒക്കെ ചെയ്താൽ മാത്രമേ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാവത്തുള്ളൂ. സോ ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ടീച്ചേഴ്സ് ആവട്ടെ ആരെയായിരുന്നാലും ശരി വിശ്വസിക്കാൻ പറ്റത്തില്ല. അവരുണ്ടെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തും വേണ്ടി ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് ഉള്ളത്. എന്തായിരുന്നാലും ഇതേപോലെ ഒരുപാട് പേര് കാണും. ഇതാണ് കുത്തിക്കലപ്പ് കാണിക്കുന്ന ഒരുപാട് പേര് കാണും. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണോന്നും ഇല്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ കുറേ പേര് ഇതേണക്കുണ്ട്. എന്തായാലും സൂക്ഷിക്കും, അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ഒരുപാട് പിള്ളേരുണ്ട് ഇതേണക്കത്തുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടാനും ഇതേണക്കത്തുള്ള ആൾക്കാർ വിൽക്കാനും തയ്യാറായിരിക്കുമ്പോൾ പിള്ളേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ചെന്ന് വീഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലുമാണ്.